എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കർക്കിടക മാസത്തില് ദേഹരക്ഷയ്ക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ടയാണ്. എള്ള് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വിളർച്ചയെ അകറ്റാനും രക്തക്കുറവ് പരിഹരിക്കാനും എല്ലു തേയ്മാനത്തിനും കണ്ണിന്റെയും തലമുടിയുടെയും ആരോഗ്യത്തിനും തലമുടി തഴച്ചു വളരാനും സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവം പോലുള്ള അസുഖങ്ങളെ ചെറുക്കാനും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വളരെ തന്നെ നല്ലതാണ്. നിങ്ങളെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഇതിലേക്ക് ചേർത്തിട്ടുള്ള മധുരത്തിന്റെ അളവ് കുറച്ച് വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് എള്ളുണ്ട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഹെൽത്തി എള്ളുണ്ട തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 200 ഗ്രാം എള്ള് കഴുകി വെയിലത്തിട്ട് ഉണക്കിയെടുത്തിട്ടുള്ള എള്ളാണ്. നിങ്ങൾ എള്ളെടുക്കുമ്പോൾ കടകളിൽ നിന്നും വാങ്ങിച്ചിട്ട് അതേപടി തന്നെ ഉപയോഗിക്കാൻ എടുക്കരുത്. നല്ല പോലെ കഴുകി അതിന്റെ ആ ഒരു അഴുക്കെല്ലാം കളഞ്ഞതിന് ശേഷമായിരിക്കണം നമുക്കിത് എടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്കിപ്പോൾ ഉണക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നല്ലതുപോലെ കഴുകിയതിന് ശേഷം കോട്ടൺ തുണിയിൽ ഒന്ന് വെള്ളം ഉപ്പിക്കളഞ്ഞിട്ട് വറുത്തെടുത്താലും മതിയാകും. ഇപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം. ഇനി എള്ള് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കാം. നല്ല ഉണങ്ങിയെടുത്തിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിതൊന്ന് മുരിയിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു എള്ളുണ്ട തയ്യാറാക്കി എടുക്കാനായിട്ട് വെള്ളയും കറുപ്പും എള്ളെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വെളുത്ത എള്ളാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം. കറുത്ത എള്ളാണെങ്കിൽ അത് മാത്രം എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടും നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ രണ്ടും എടുക്കാം കേട്ടോ. പക്ഷെങ്കിൽ കറുത്ത എള്ളിനാണ് ഗുണങ്ങൾ കൂടുതൽ ഉണ്ടാവുക. വെളുത്ത എള്ള് നിങ്ങളുടെ കൈവശം ഇല്ല എന്ന് വിചാരിച്ചിട്ട് ആരും ഇത് ചെയ്ത് നോക്കാതിരിക്കരുത്. ഇപ്പോൾ എള്ളെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ പൊട്ടി തുടങ്ങിയാൽ പിന്നെ നമുക്ക് കറുത്തെള്ള പാനിൽ നിന്ന് മാറ്റാം. അതിനുശേഷം വെളുത്തെള്ള് ചേർത്ത് വറുത്തെടുക്കാം. അങ്ങനെ നല്ലതുപോലെ മൂപ്പായി വന്നിട്ടുള്ള എള്ള് പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് തന്നെ വെളുത്തെള്ള് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് തന്നെ വറുത്തെടുക്കാം. എള്ള് വറുത്തെടുക്കുമ്പോൾ ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. കൂടുതൽ വറുത്ത് കഴിഞ്ഞാൽ എള്ളിലുള്ള ആ ഒരു ഓയിലെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ വെളുത്തെള്ളും ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ കറുത്തെള്ളും വെളുത്തെള്ളും വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് അളവില് നാളികേരം തിരുമിയതാണ്. നാളികേരത്തിന്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നാളികേരം കൂടുതൽ അളവിൽ ചേർക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കനച്ചു പോവാൻ സാധ്യത കൂടുതലാണ്. കുറഞ്ഞ അളവിലാണ് ഈ ഒരു എള്ളുണ്ട നിങ്ങൾ വീടുകളിൽ തയ്യാറാക്കി വെക്കേണ്ടത്. ഈ നാളികേരവും ചേർത്ത് നല്ലോണം തന്നെ ഒന്ന് വറുത്തെടുക്കാം. നാളികേരത്തിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റിക്കിട്ടണം. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 5-8 ഏലക്ക ചേർക്കാം. ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ ചേർക്കാം. 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാകും. നാളികേരം ചേർത്ത് ഒരുപാട് നേരം ഒന്നും വറുത്തെടുക്കരുത്. അതിലെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് വറ്റി വന്നാൽ മതിയാകും. അങ്ങനെ ഇപ്പോൾ നാളികേരവും ഒന്ന് ചെറുതായിട്ടൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്നും എടുത്തു മാറ്റാം. നാളികേരവും വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേ പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 100 ഗ്രാം അളവില് ബദാമും 100 ഗ്രാം കാഷ്യൂസുമാണ് എടുത്തിട്ടുള്ളത്. ഇതും നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നമ്മളിന്ന് വളരെ കുറഞ്ഞ അളവിലാണ് ഈ ഒരു ഹെൽത്തി എള്ളുണ്ട തയ്യാറാക്കി എടുക്കുന്നത്. കർക്കിടക മാസത്തിൽ കഴിക്കേണ്ടതായ വളരെ പ്രാധാന്യം നിറഞ്ഞ ഒന്ന് തന്നെയാണ്. നമ്മുടെ ശരീരബലം കൂട്ടാനും തലമുടിയുടെ വളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും വളരെ തന്നെ നല്ലതാണ്. കാഷ്യൂസും ബദാമൊന്നും ഒരുപാട് നേരമൊന്നും വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ കൈവശം മറ്റുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അങ്ങനെ കാഷ്യൂസും ബദാമും ഒക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബദാമും കാഷ്യൂസൊക്കെ ഫ്രൈ ആയത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കരിപ്പെട്ടിയാണ്. ഞാനിവിടെ 200 ഗ്രാം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മെൽറ്റായി വരട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചേരുവകളുടെ ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചുകൂടി എടുക്കണം. നിങ്ങളുടെ കൈവശം കരിപ്പെട്ടി ഇല്ലെങ്കിൽ ശർക്കര എടുത്താലും കുഴപ്പമൊന്നുമില്ല. എങ്കിലും കരിപ്പെട്ടിയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ കരിപ്പെട്ടി ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. കട്ടകളെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടണം. അതിനായിട്ട് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. പിന്നെ നമുക്കിത് അരിച്ചിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇപ്പോൾ നമ്മുടെ വറുത്തെടുത്തിട്ടുള്ള ചേരുവകളുടെ ചൂടും ആറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. എള്ളൊക്കെ പൊടിക്കുമ്പോൾ അധികം ഒന്നും പൊടിച്ചു കളയേണ്ട ആവശ്യമില്ല. ഒന്ന് തലതിരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ മതിയാകും. ആദ്യം നമുക്ക് നാളികേരം ഒന്ന് പൊടിച്ചെടുക്കാം. നാളികേരം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. നാളികേരം വറുത്തത് പൊടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബദാം
ബദാമും കാഷ്യൂസും പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അല്പം തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് എള്ളും കൂടെ പൊടിച്ചെടുത്തിട്ട് വരാം. എള്ളും നമ്മൾ ഇതുപോലെ ഒന്നും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതേ പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഉരുക്കിയെടുത്തിട്ടുള്ള ചക്കരപ്പാനി നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഈ ചക്കരപ്പാനി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. തിളച്ചൊന്ന് കട്ടിയായി തുടങ്ങിയാൽ പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ചേരുവകൾ ഇതിലേക്ക് ചേർക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്. ഇനി ചെറിയ തീയിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി മധുരമെല്ലാം ഒന്ന് പിടിപ്പിച്ചെടുക്കാം. അങ്ങനെ ചെറിയ തീയിൽ വെച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തപ്പോഴേക്കും നല്ലവണ്ണം തന്നെ കട്ടിയായി മാറിയിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കൈകൊണ്ട് ഉരുട്ടിയെടുക്കാം. നല്ല ഷേപ്പായിട്ട് തന്നെ നമ്മുടെ ഹെൽത്തി എള്ളുണ്ട ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ ഉരുട്ടിയെടുക്കുമ്പോഴാണ് ഇത് കട്ടിയാവാതെ തന്നെ നമുക്ക് ഷേപ്പാക്കി എടുക്കാനും സാധിക്കുന്നത്. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എള്ളുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും പ്രായമായ നമ്മുടെ അച്ഛനമ്മമാർക്ക് വരെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒന്നാണ്. നിങ്ങൾ ഈ എള്ളുണ്ട ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് എള്ളിന്റെ സ്വാദ് കുറച്ചെടുക്കണമെങ്കിൽ കുറച്ച് അവിലും കൂടി ചേർത്ത് തയ്യാറാക്കാവുന്നതാണ്. അവിലെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള അവില് വേണം എടുക്കാനായിട്ടും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് നാളെയും ഓടിയെത്താം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.